ഇത്തവണ അബുദാബിയിൽ നിന്ന് മീറ്റെല്ലാം കഴിഞ്ഞ് മെഡലൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തപ്പം എയർലൈൻ കൗണ്ടറിൽ അവരെൻ്റെ പാസ്പോർട്ട് നോക്കിയിട്ട് ഏജ് നോക്കിയിട്ട് ചോദിച്ചു വീൽ ചെയർ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ മീറ്റ് കഴിഞ്ഞ് വരികയാണ്, എനിക്ക് 5 ഗോൾഡും 1 സിൽവറും 1 ബ്രോൺസും കിട്ടി. അപ്പോൾ തന്നെ അയാൾ ചിരിച്ചിട്ട് പറഞ്ഞു അപ്പോൾ വീൽ ചെയർ വേണ്ടല്ലേ എന്ന് പറഞ്ഞു. പ്രായമൊക്കെ ആയാൽ വീട്ടിൽ വിശ്രമ ജീവിതമെന്ന് ഉപദേശിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറയുകയാണ് 76-കാരനായ കുര്യൻ ജേക്കബ്. ലോകത്തെ എവിടെ നീന്തൽ മത്സരമുണ്ടെങ്കിലും പങ്കെടുത്തിരിക്കും, പൊന്നുവാരും. അബുദാബിയിൽ ഈ മാസം ആദ്യം നടന്ന മാസ്റ്റേഴ്സ് ഗെയിംസിൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളും മെഡൽ നേടിയാണ് കുര്യൻ നീന്തൽ കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയത്. ഞാൻ കുര്യൻ ജേക്കബ്, വെള്ളുക്കുന്നേൽ, തിടനാട്, അത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഇരാറ്റുപേട്ടയ്ക്കും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ജനിച്ച് വളർന്നത്. എൻ്റെ തറവാട് വീടിൻ്റെ മുന്നിൽ കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വിമ്മിങ്ങിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എപ്പോഴും പറയും, നടക്കുന്നതിന് മുമ്പ് തന്നെ സ്വിം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ന്യൂ ബോൺ ബേബീസ് തന്നെ ഇപ്പം വെള്ളത്തിലിടുകയാണെങ്കിൽ സ്വിം ചെയ്യുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ശരിക്കും ഒരു പ്ലാന്റേഴ്സ് ഫാമിലിയാണ്, അഗ്രികൾച്ചർ. എൻ്റെ ഫാദർ ഒരു പ്ലാന്ററായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഈ നമ്മൾ പഠിക്കുന്ന ജോലിയല്ല ചെയ്യുന്നത്. അന്നൊക്കെ ജോലി കിട്ടാനും വളരെ വിഷമമാണ്. അങ്ങനെ ഇരുന്നപ്പം ഫെഡറൽ ബാങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ട്രെയിനി, എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ട് ജോലി കിട്ടി. കോമ്പറ്റീറ്റീവ് സ്വിമ്മിങ് 2019, 2017 വന്നു കഴിഞ്ഞ് 2019 എൻ്റെ കുറേ ഫ്രണ്ട്സ് മാസ്റ്റേഴ്സ്, അതായത് വെറ്ററൻസ് ഒരു കോമ്പറ്റീഷന് തിരുവനന്തപുരത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൂടെ വിളിച്ച് ഞാനും പോയി. അവിടെ കുറേ മെഡൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ നാഷണൽ ബറോഡയിലായിരുന്നു. അവിടെ പോയി സ്വിം ചെയ്തിട്ട് മെഡലൊന്നും കിട്ടിയില്ല. അപ്പം കുറേ വാശിയായി. അപ്പം യൂട്യൂബ് നോക്കി പഠിച്ച്, അന്നേരത്തേക്ക് കോവിഡ് വന്നു. ഒരു 2 വർഷത്തോളം ഒരു കോമ്പറ്റീഷനും സ്വിമ്മിംഗ് പൂളും ഒന്നുമില്ലാതിരുന്നു. അത് കഴിഞ്ഞ് ആണ് സ്വിമ്മിങ് തുടങ്ങിയത്. 2023 ആദ്യമായിട്ട് ഞാൻ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷന് പോകുന്നത്. നാഷണലിൽ ഗോൾഡ് മെഡൽ ലെവലിലായി. അപ്പോൾ ഇൻ്റർനാഷണൽ സെലക്ഷൻ കിട്ടി. ഇൻ്റർനാഷണൽ ആദ്യത്തേത് ഫിൻലൻഡിലാണ്, യൂറോപ്യൻ മാസ്റ്റേഴ്സ്. പിന്നെ ഈ വർഷം 2026 ഓപ്പൺ മാസ്റ്റേഴ്സ് ഗെയിംസ് അബുദാബിയിൽ ആദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഇത്രയും വലിയൊരു ഇത് നടക്കുന്നത്. ഒളിമ്പിക്സ് പോലെ 32ഓളം ഐറ്റംസ് ഉണ്ട്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, ഇതൊക്കെ സ്വിമ്മിങ് ഒരു പാർട്ടാണ്. ഇപ്പോൾ ടോട്ടൽ 119. അതിൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ 5 എണ്ണം ഫിൻലൻഡ്, 4 എണ്ണം ക്ലീവ്ലൻഡ്, 9 എണ്ണം തായ്വാൻ, 7 എണ്ണം അബുദാബി. അപ്പം ഞാൻ കോമ്പറ്റീഷന് അത് കഴിഞ്ഞിട്ടുള്ള കോമ്പറ്റീഷന് പോകുമ്പോൾ ഒക്കെ എൻ്റെ വൈഫ് എൻ്റെ കൂടെ വരും, മെയിൻ സപ്പോർട്ടർ. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരാളാണ്. ചലഞ്ച് മെയിനായിട്ടും ഈ കോച്ചിങ്ങിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ ഈ സ്റ്റൈല്, അതായത് ടെക്നിക്ക് ശരിക്കും അതിപ്പോഴും പഠിക്കണമെന്നുണ്ട്. പിന്നെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോകൊണ്ട് വരുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. അതായത് എനിക്കിപ്പോൾ റിലേ എന്ന് പറഞ്ഞാൽ 4 പേര് വേണം. ഞാൻ ചിലപ്പം ഈ തായ്വാനിൽ ഞങ്ങൾ 2 പേരെ ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നത്, 2 പേരെ പുറത്തുനിന്ന് എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പിന്നെ ഫിൻലൻഡിലും 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 2 പേരെ ഓസ്ട്രേലിയനെയും കനേഡിയനെയും കൂട്ടേണ്ടി വന്നു. കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഞാൻ നോക്കിയിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വളരെ നല്ലൊരു ഇതാണ്. ഞാൻ തുടങ്ങിയത് 16 മണിക്കൂർ ഒരു ഭക്ഷണവും കൂടാതെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് 8 മണിക്കൂറിലാണ് ഭക്ഷണം കഴിക്കുന്നത്. പഞ്ചാബ്, ഡൽഹി ഇവരൊക്കെ ഗോൾഡ് മെഡലിന് 25,000-30,000 രൂപ
കൊടുക്കും. നമ്മളെ കേരള ഗവൺമെൻറ്റും അതിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മെഡലിസ്റ്റിലെങ്കിലും കൊടുക്കണം. പക്ഷേ ഇപ്പോൾ അതില്ല. അത് ഇന്ത്യയിലൊരു പുതിയ സ്പോർട്സ് പോളിസി കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തു. അത് 2036 ഒളിമ്പിക്സ് ഇവിടെ നടത്താനായിട്ട് ബിഡ് ചെയ്യാൻ പ്ലാനുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയാണ്. പക്ഷേ മാസ്റ്റേഴ്സിൻ്റെ മെൻഷൻ പോലും ഇല്ല. സീനിയർ അത്ലറ്റ്സിന് ഇൻസെൻറ്റീവായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ജനറൽ ഹെൽത്ത് ഓഫ് ദ കൺട്രി, എൽഡേഴ്സിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ മെയിനായിട്ടും ഫ്രീ സ്റ്റൈലാണ്. ബ്രസ്റ്റ് സ്ട്രോക്കും ചെയ്യും. മറ്റേതൊന്നും അത്ര ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും യൂട്യൂബിൽ നോക്കിയാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ ഓപ്പൺ വാട്ടർ, സീ സ്വിമ്മിങ്ങും ചെയ്യും. തൈവാനിൽ 3 കിലോമീറ്റർ ചെയ്തു, ഗോൾഡ് കിട്ടി. അബുദാബിയിൽ 2.5 കിലോമീറ്റർ സീയിൽ ചെയ്ത് അതിനും ഗോൾഡ് കിട്ടി. അപ്പം ജപ്പാനിൽ അടുത്ത വർഷം 3 കിലോമീറ്ററാണ് അവർ വെച്ചിരിക്കുന്നത്. അതിനും കോമ്പീറ്റ് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. എൻ്റെ പ്ലാനിൽ ഒരു വർഷത്തെ ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനെങ്കിലും പോകണമെന്നുള്ളതാണ്. അപ്പം 2028 പോകാൻ പ്ലാനുണ്ട്, 29 അങ്ങനെ പറ്റുന്നിടത്തോളം കാലം. അത് മാസ്റ്റേഴ്സ് ഗെയിംസ് 100 വയസ്സിന് മുകളിൽ വരെ പറ്റും. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അന്നും പോകും. മെഡലിന് വേണ്ടി ശ്രമിക്കും.